ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ചർച്ചകൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കാരണമായി തീർന്നത് നമുക്കറിയാം. ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള ചില മർഡേഴ്സിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. അതിന്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇപ്പോൾ ഒരു വലിയൊരു അന്വേഷണമൊക്കെ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ കാണാറുള്ള പരിപാടിയാണ്. ഈ റോഡ് കംപ്ലൈന്റ് ആയ ശേഷമാണ് പിന്നെ റോഡിലെ കുഴിയിൽ ആരിൽ വീട് മരിച്ച പിന്നെ ആ കുഴി അടക്കുന്ന പരിപാടി. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ആ 4 സൈഡ് മറച്ചു വെച്ച് പ്രത്യേകം സംരക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേകം ആ റോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, റോഡിലൂടെ അപകടങ്ങൾ വരാതിരിക്കാൻ ഒരുപാട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അതിനുശേഷം കുറച്ച് കാലത്തേക്കാണ് ഉണ്ടാവും. അത് നോർമലാണ്. നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരു നേരത്തെ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ അത് തുടങ്ങി വരുന്ന സമയത്ത് തന്നെ അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊന്നും കാര്യമായിട്ട് നടക്കാറില്ല എന്നുള്ളത് സത്യമാണ്. അത് നമുക്കറിയാം. എല്ലാവർക്കും, എല്ലാ പൗരനും കൃത്യമായിട്ട് അറിയുന്ന വിഷയങ്ങളത്. ഇവിടെ സംഭവിക്കാറുള്ളത് എപ്പോഴും ഒരു അപകടം വന്ന ശേഷം അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഒരു പെട്ടെന്നൊരു ബൂസ്റ്റ്, ഒരു വലിയ ലെവലിലുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക, ചാനലുകാരുടെ പിന്നാലെ ഓടുന്നു, ചാനലുകാരെല്ലാം കൂടി ചേർന്നിട്ട് ന്യൂസ് ആക്കുന്നു. അങ്ങനെ ഒരു കുറച്ച് കാലത്തേക്ക് പരിപാടി ഉണ്ടാവും. ഈ പരിപാടി കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും എന്തായാലും, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസുകാർ കുറച്ച് ചെറുപ്പക്കാരെ കുറേ പേരെ പിടിക്കുന്നുണ്ട്, പല ഭാഗത്തുനിന്ന് പിടിക്കുന്നുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിം നാമധാരികളായിട്ടുള്ള, മുസ്ലിം പേരുള്ള ചെറുപ്പക്കാരെ നോമ്പ് സമയത്ത് പോലും പിടിക്കപ്പെടുമ്പോൾ, നോമ്പ് സമയം ആലോചിക്കണം, ഈ സമയത്ത് പിടിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ മുസ്ലിം പേര് നാമമാത്രം ഉള്ള ആളുകൾ, അത്തരം ആളുകൾ പിടിക്കപ്പെടുന്ന സമയത്ത് അതിനടിയിലുള്ള കമന്റ്സുകളൊക്കെ വരുന്നത് മൊത്തം മുസ്ലിം സമുദായത്തിനെതിരെയാണ്. അതിന് കാരണം നമുക്കറിയാം. കേരളത്തിലെ ഒരു പൊതു സ്വഭാവം വന്നിട്ടുള്ളത്, എന്ത് പറഞ്ഞാലും അതിനിടയിൽ കൊണ്ടുപോയിട്ട് വർഗീയത കുത്തിക്കയറ്റുക എന്നുള്ളതൊരു ചിന്ത ഉണ്ട് അവർക്കിപ്പം. ഒരു വിഷയം വരുമ്പോൾ, ഒരു വിഷയം സംഭവിക്കുമ്പോൾ അതിനെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെ അത് സീരിയസ് ആയിട്ട് എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നൊന്നും ചിന്തിക്കാറില്ല. നേരെ മറിച്ച് കേരളത്തിലൊക്കെ ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പരിപാടി എന്ന് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികളെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനടിയിൽ പോയി കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് മുസ്ലിങ്ങൾ മൊത്തത്തിൽ അങ്ങനെയാണ്, ഖുർആൻ പറഞ്ഞുകൊണ്ടാണ്, ഇസ്ലാം പറഞ്ഞുകൊണ്ടാണ്, നാർക്കോട്ടിക് ജിഹാദ്, മറ്റേ ജിഹാദ്, മറിച്ച് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നടത്തുക എന്നുള്ളത് നോർമലായിട്ടുണ്ട്. ഏകദേശം നമ്മൾ എല്ലാ ന്യൂസുകൾക്കിടയിലും ഒരു മർഡർ ആയാലും ശരി, അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ കച്ചവടമാണെങ്കിലും ശരി, അതല്ലെങ്കിൽ എന്ത് തെറ്റായ കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചാലും കേരളത്തിൽ സംഭവിച്ചാലും അത് എല്ലാം മുസ്ലിം സമുദായത്തിന് മൊത്തം തലയിൽ കൊണ്ടുപോയി ഇടുന്നൊരു പരിപാടിയുണ്ട്. പിന്നെ നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ ആരിലും ഒരാൾ ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെയൊന്നും അടിയിലൊന്നും കമന്റ് അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ മൊത്തം നല്ല ആൾക്കാരാണെന്നും പറയില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അവർക്ക്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇവരെല്ലാം കള്ളന്മാരാണ്. ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഈ ലഹരി വസ്തുക്കൾ ഇല്ലാതാക്കണമെന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ അത് ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെന്നല്ല. ഇവർക്ക് എന്ത് സംഭവിച്ചാലും അതിന്ന് വർഗീയത എങ്ങനെ എടുക്കാം, അതിനെങ്ങനെ വർഗീയവൽക്കരിക്കാം, അതിൽ നിന്ന് എങ്ങനെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു രോഗികളാണ്, ഒരു മാനസിക രോഗികൾ മാത്രമാണ് ഇവര്. അപ്പൊ ഇങ്ങനെയുള്ള മാനസിക രോഗികൾ കേരളത്തിൽ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിന് വേറെ ചികിത്സ കൊടുക്കേണ്ടി വരും. ഇപ്പൊ അതിന്റെ മുളയിലെ നുള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഭാവിയിൽ ഇത് പ്രശ്നമില്ലാതായി മാറും. പക്ഷെ സർക്കാർ അങ്ങനെയല്ല. സർക്കാർ ഇതെല്ലാം കൂടി ഇനി വർഗീയ കലാപം ഉണ്ടാകുന്ന വരെ കാത്തിരിക്കും. വർഗീയ കലാപം ഉണ്ടായി ആൾക്ക് തമ്മിൽ തല്ലി കുറച്ചൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അപ്പോൾ ആരിഫ് ഹുസൈനെ പോലെയുള്ള, ലിയാഖത്ത് അലിനെ പോലെയുള്ള ആളുകളുടെ, അല്ലെങ്കിൽ രവിചന്ദ്രനെ പോലെയുള്ള ആളുകളുടെയൊക്കെ വർഗീയ ചാനലുകൾ പിന്നെ അവിടുന്ന് അങ്ങോട്ടായിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ സർക്കാരെല്ലാം ചേർന്നിട്ട് അത് നിർത്താൻ പോകുന്നത്. അതിനു മുമ്പൊന്നും അവർ തൊടാൻ പോകുന്നില്ല. കാരണം അവർക്ക് ഒരു അടി സംഭവിക്കണം. ഒരു വർഗീയത പരത്തുന്ന ആളുകൾ, ഇപ്പം പ്രത്യേകിച്ച് നമുക്കറിയാം, ഇത്തരം ആളുകൾ എന്ന് പറയുന്നത്, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് മുസ്ലിങ്ങൾ നെഞ്ചത്തോട് മൊത്തം ഇടുന്ന ആൾക്കാരിൽ പ്രധാന വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു കള്ളൻ, ഒരു വ്യക്തി അല്ലെ, ആരിഫ് ഹുസൈൻ. ഈ ആരിഫ് ഹുസൈൻ സ്വയം കള്ളനാണെന്ന്, ഞാൻ സ്വയം നുണ പറയുന്നവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കള്ളൻ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ വീഡിയോസ് കാണുന്ന ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഇത്തരത്തിലുള്ള മാനസിക രോഗികൾ. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കാം. എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ ഇപ്പൊ കേരളത്തിലെ മുസ്ലിം നാമധാരികളായ ആൾക്കാരെ പിടിക്കപ്പെടുന്ന സമയത്ത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിനെ അത് നമ്മൾ മൊത്തത്തിൽ വിമർശിക്കുക? കാരണം ഈ പിടിക്കപ്പെടുന്ന ആൾക്കാർ നോമ്പ് സമയത്താണ് പിടിക്കപ്പെടുന്നത്. അത് ഏറ്റവും കോമഡി. ഏറ്റവും നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള ഒരു ആരാധനയാണ് നോമ്പ് എന്ന് പറയുന്നത്. നിർബന്ധമാക്കപ്പെട്ട ആരാധനയാണ്. ആ നോമ്പ് കാലത്ത് ലഹരി വിൽക്കുക, ലഹരി എന്ന് പറയുന്നത് ഇസ്ലാം നിരോധിച്ച കാര്യമാണ്.
ആ നിരോധിച്ചതിനെ വിൽക്കുന്ന ആളുകളെ എന്തടിസ്ഥാനത്തിലാണ് നമുക്ക് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റുക എന്നുള്ളതൊന്നും ചിന്തിക്കാൻ അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് ഉള്ള ആൾക്കാരിൽ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്തരം വർഗീയ കമന്റുകൾ കാണുമ്പോൾ അതിലടിയിൽ പോയിട്ട് നമ്മൾ സ്വയം പ്രയാസപ്പെടാതിരിക്കുക. പിന്നെ ഒരാൾക്കും പിന്നെ ഈ ഇത്തരം മുസ്ലിം നാമധാരികളെ, ഇപ്പൊ ആരിഫ് ഹുസൈൻ ഒരു പേര് മുസ്ലിം പേരാണ്, ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ നാളെ വല്ല വർഗീയത ചെയ്തിട്ടുണ്ടെങ്കിലും ലഹരി വസ്തുക്കൾ നമുക്കറിയില്ല അവർ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവർ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേര് നോക്കുമ്പോൾ മുസ്ലിം പേരാണ്. അപ്പൊ ഇതേപോലെ തന്നെ ഇവരുടെയൊക്കെ മുസ്ലിം പേര് എഴുതിയിട്ട് അവരെല്ലാം മുസ്ലിങ്ങളാണെന്നും അല്ലെങ്കിൽ അവരെല്ലാം ദീൻ പഠിച്ച ആൾക്കാരാണെന്നോ ഒന്നും അർത്ഥം വരില്ല. അതിന് തെളിവാണ് ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാർ. കാരണം ആരിഫ് ഹുസൈന്റെ പേര് ആരിഫ് ഹുസൈൻ എന്നാണ്, ജബ്ബാറിന്റെ പേര് ജബ്ബാർ എന്നാണ്, ലിയാഖത്തിന്റെ പേര് ലിയാഖത്ത് അലി എന്നാണ്. പക്ഷെ അവർ മുസ്ലിങ്ങളല്ല. അപ്പൊ മുസ്ലിങ്ങൾ പേരുള്ള ആൾക്കാർ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് മിനിമം കോമൺ സെൻസ് ആണ്. ഇനി വേറൊരു കാര്യം, ലോകത്തിലെ ഒരു മതം, പ്രത്യേകിച്ച് ഒരു മതം ഈ ലഹരിയെ പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. അത് കാരണം അത് നമുക്കറിയാം, റസൂല് പ്രത്യേകം പഠിപ്പിച്ച കാര്യമാണ്. ലഹരി ഏറ്റവും ചെറിയ അളവായിക്കോട്ടെ, ഏറ്റവും വലിയ അളവായിക്കോട്ടെ, ഒരു ബീഡി ആയിക്കോട്ടെ, ഒരു സിഗരറ്റ് ആയിക്കോട്ടെ, ഏറ്റവും വലിയ അളവിലുള്ള ഏത് ലഹരി ആയിക്കോട്ടെ, എല്ലാം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുള്ള ഒരേ ഒരു മതം എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ്. അപ്പോൾ ഇസ്ലാം റസൂലിന്റെ ഹദീസിലൂടെ കൃത്യമായിട്ട് നിരോധിക്കപ്പെട്ടതായി ഇത്തരം കാര്യം നിരോധിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിന് കാരണം എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ അങ്ങനെ ഒരു ലഹരി പൂർണ്ണമായിട്ട് നിരോധിക്കാൻ സാധിച്ചത് എന്നുള്ളതിന്റെ ഒരു റീസൺ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ആദ്യം തന്നെ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അന്നുണ്ടായിരുന്ന ആളുകൾ ആരും അവരൊന്നും അത് അംഗീകരിക്കുമായിരുന്നില്ല, അവരൊന്നും അത് ഫോളോ ചെയ്യുമായിരുന്നില്ല. കാരണം ആദ്യം തന്നെ പറഞ്ഞാൽ അവർ ഫോളോ ചെയ്യില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മളൊരു ഒരു വീട് വെക്കുമ്പോൾ തറ ഏറ്റവും സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വീടിന്റെ തറയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ റസൂൽ ആദ്യം ചെയ്ത കാര്യം, ആയിഷ റളിയല്ലാഹു പറയുന്നത്, ആദ്യം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, സൃഷ്ടാവായ അള്ളാഹു നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. നാളെ അതിനുശേഷം ഈ അന്ത്യദിനത്തിനെ കുറിച്ചും ലോകാവസാനത്തിനെ കുറിച്ചും പിന്നീട് സംഭവിക്കാൻ പോകുന്ന പരലോക ജീവിതത്തെക്കുറിച്ചും അവിടെ നമുക്ക് ഉണ്ടാവുന്ന വിചാരണയെക്കുറിച്ചും, നന്മ ചെയ്ത ആളുകളായാലും തിന്മ ചെയ്ത ആളുകളായാലും ശരി, ഓരോരുത്തരുടെയും പ്രവൃത്തികൾ കൃത്യമായിട്ട് ഒരു അണുമണി തൂക്കം മാറ്റില്ലാതെ സൃഷ്ടാവായ ദൈവം കൃത്യമായിട്ട് അത് 100% പെർഫെക്റ്റ് ആയിട്ട് അത് വിചാരണ ചെയ്യപ്പെടും. ആ സമയത്ത് അത്തരം വിചാരണയിലും അതിൽ തിന്മ പ്രവർത്തിച്ച ആൾക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന ചെറിയൊരു ശിക്ഷയല്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു 10 വർഷം ജയിലിലിടുന്ന പരിപാടിയല്ല. അന്ന് ഇത്തരം തിന്മകൾ ചെയ്ത ആളുകൾ, ഇത്തരം തിന്മകൾ ചെയ്ത ആളുകൾ, ഏറ്റവും വലിയ തിന്മകളും അതേപോലെ തന്നെ എല്ലാം ചെയ്ത ആളുകൾക്ക് ശിക്ഷ കിട്ടാൻ പോകുന്നത് ശാശ്വതമായിട്ടുള്ള ഒരു നരക ശിക്ഷയാണ്, വലിയ ശിക്ഷയാണ്, ചെറിയ ശിക്ഷയൊന്നും അല്ല. അത് ഇത്തരത്തിലുള്ള ഒരു ബോധം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇതിന് ശേഷമാണ് റസൂൽ എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പിന്നീടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് എന്തായി, അത് സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതാണ് അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ എത്ര മോട്ടിവേഷൻ കൊടുത്താലും ഒരു സിനിമയിൽ ഇപ്പം ഒരു മദ്യപിക്കുന്ന സീൻ ഉണ്ടെങ്കിൽ അതിന്റെ താഴെ നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നത് ശരീരത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞത് കൊണ്ടൊന്നും എന്ത് സംഭവിക്കുന്നില്ല, ജനങ്ങൾ നിർത്താൻ പോകുന്നില്ല. കാരണം അവർ ചിന്തിക്കുന്നത്, ഇപ്പൊ ഒരു എക്സ് മുസ്ലിം ആണെന്ന് വിചാരിച്ചു നിങ്ങൾ, ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയാനില്ല, ആരിഫ് ഹുസൈന്റെ പോലെ ആളുകളൊക്കെ അവർ പറയുന്നത് പരലോക ജീവിതമല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. അള്ളാഹു ഇല്ല, പരലോക ജീവിതം ഇല്ല, അന്ത്യദിനമില്ല, വിചാരണയില്ല, സ്വർഗവും നരകവും ഒന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാർ, മൈത്രേനെ പോലുള്ള ആളുകൾ, ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകളൊക്കെ, ഈ രവിചന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അനുയായിയാണെന്ന് വിചാരിക്കും, ഇവരുടെ അനുയായിയാണ്, പക്ഷെ മുസ്ലിം പേരുണ്ടെന്ന് വിചാരിച്ചു. അവൻ ആലോചിക്കുക എന്താണ്, മുസ്ലിം പേരായിക്കോട്ടെ എന്ത് പേരായിക്കോട്ടെ, അവൻ ആലോചിക്കുക, ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ലഹരി ഉപയോഗിക്കാതെ ജീവിക്കുന്നത്, അതിന്റെ യൂസ് എന്താണ്, അതിന്റെ ആവശ്യം എന്താണുള്ളത്. ഇസ്ലാം പറയുന്ന പോലെ നിങ്ങൾ ഹറാമായ രീതിയിൽ നിങ്ങൾ സമ്പാദിക്കരുത് എന്ന് പറയുന്ന ഒരു കാര്യം, അതൊന്നും ഞാൻ അനുസരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ലഹരി വിറ്റുകൊണ്ടും എനിക്ക് പൈസ ഉണ്ടാക്കാം. മദ്യമായിക്കോട്ടെ, സിഗരറ്റ് ആയിക്കോട്ടെ, കഞ്ചാവ് ആയിക്കോട്ടെ, MDM ആയിക്കോട്ടെ, കൊക്കൈൻ ആയിക്കോട്ടെ, അത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ എനിക്ക് എന്നെ കൊണ്ട് സാധിക്കും. അത് ഹറാമാണെന്ന് മുസ്ലിം വിശ്വസിച്ചോട്ടെ, ഞാൻ വിശ്വസിക്കുന്നില്ല. അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ വിശ്വസിക്കേണ്ടത്. ഞാൻ എന്തുകൊണ്ടാണ് നിർത്തണം? കാരണം എനിക്കൊരു ലൈഫല്ലേ ഉള്ളൂ, ഒരു ലെക്കാണ് ലൈഫ് എന്ന് പറയുന്നത്, ഒരു ലെക്കാണ് ഈ ലൈഫ്. അപ്പൊ ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഇതിനെ മാക്സിമം എൻജോയ് ചെയ്യുക, ഇതിന് മാക്സിമം പ്ലഷർ കൊണ്ടുവരിക.
എന്ന കാര്യങ്ങളാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരലോക ജീവിതമോ നാളെ ഇതെല്ലാം കോടും ദൈവം ഇരുന്ന് നാളെ ചോദ്യം ചെയ്യുന്നുള്ള വിശ്വാസം എനിക്കില്ല എന്നാണ് രവിചന്ദ്രൻ. അപ്പൊ ഈ രവിചന്ദ്രനെ പോലെയുള്ള ആരിഫിനെ പോലുള്ള ആളുകളുടെ അനുയായികളുടെ ചിന്ത. ഇത്തരം ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചിട്ട് ഇത്തരത്തിലുള്ള ലഹരികൾ ചാനലുകൾ വന്ന് കയറിയിട്ട് പോലും പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ. മൈത്രേന് MDMA എന്ന് പറയുന്ന ലഹരി വസ്തു അതൊന്നും നിരോധിക്കരുത്, അത് നിരോധിച്ചാൽ വില കൂടും എന്ന് പറഞ്ഞിട്ട് ലോജിക്ക്, എന്ത് ലോജിക്കാ ദൈവത്തിനറിയാം. ഒരു മണ്ടൻ ലോജിക്കും. അതായത് ലഹരി ഉപയോഗിക്കാൻ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ എത്തിക്കുക എന്നുള്ള അജണ്ടയിൽ പ്രവർത്തിക്കുന്ന മൈത്രേനെ പോലുള്ള ആളുകൾ എന്ത് സാമ്പത്തിക നേട്ടം ഉണ്ടോ നമുക്ക് അറിയില്ല. ഇനി അവരതിന്റെ വർക്കേഴ്സ് നമുക്കറിയില്ല. അതെല്ലാം പോലീസ് കേസ് എടുക്കേണ്ട കാര്യം കേട്ടോ. കാരണം അവർ പച്ചക്ക് പറഞ്ഞ കാര്യമാണ് MDMA പോലുള്ള കാര്യം നിരോധിക്കാൻ പാടില്ല, നിരോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ വില കൂടുമെന്ന് അയാൾ പറയുന്നൊരു വീഡിയോ കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ലഹരിയെ പച്ചക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഇത്തരം ആളുകളാണ് ഇതെല്ലാം പ്രചരിപ്പിക്കുകയും ഇതെല്ലാം വിറ്റ് കാശാക്കുകയും ചെയ്യുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ തീർച്ചയായിട്ടും അത് നിരോധിക്കപ്പെട്ട കാര്യമാണിത്. ഇനി അനസ് റളിയല്ലാഹുവിന്റെ ഒരു ഹദീസ് കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു പറയുന്നത്, ഒരിക്കലും അദ്ദേഹം മദ്യം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു, കുറെ ആളുകൾ മദ്യപിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം. ആ സ്ഥലത്തേക്ക് ഒരു സഹാബി ഓടി വന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് മദ്യം നിരോധിച്ചിരിക്കുന്നു, മദ്യം എന്നല്ല ഇനി ഒരു ലഹരിയും ഇവിടെ ഇല്ല, എല്ലാം നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അനസ് റളിയല്ലാഹു പറയുന്ന ഹദീസിൽ അദ്ദേഹം ഒഴിച്ചു കൊടുത്തിരുന്ന പാത്രം അദ്ദേഹം തട്ടി കളഞ്ഞ്, അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം ഉടച്ചു കളഞ്ഞു, എല്ലാം നിലത്ത് ഒഴുക്കി കളഞ്ഞ് അവർ ആ സ്പോട്ടിൽ അവരെന്ത് ചെയ്യാണ്, അത് നിർത്തുകയാണ്. അവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്ന വായിൽ വിരലിട്ട് തുപ്പി നിർത്തി എന്നുള്ളത് വരെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇത് സ്വഹീഹായ ഹദീസാ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ സംഭവമാണ്, അള്ളാഹു ഉണ്ട് എന്നും അവനെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതും. അപ്പൊ അവന്റെ നിയമങ്ങൾ അംഗീകരിക്കണമെന്നും അവന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ലഹരി നിരോധിച്ചതും ഇത്തരം ഒരുപാട് നിയമങ്ങളുണ്ടാവും. ഈ നിയമങ്ങളെല്ലാം അനുസരിക്കാത്ത ആളുകളെ നാളെ വിചാരണ ചെയ്യപ്പെടുന്നു, അതനുസരിച്ച് നാളെ നരക ശിക്ഷയുണ്ട്, പിന്നീട് നന്മ പ്രവർത്തിച്ചവർക്ക് പ്രതിഫലമായി സ്വർഗവും ഉണ്ട്. അപ്പോൾ സന്തോഷ വാർത്തയുണ്ട്, അതേപോലെ തന്നെ വലിയ ഒരു വേദനയേറിയ ശിക്ഷ അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഖുർആൻ അള്ളാഹു പറയുന്നത് കാണാൻ സാധിക്കും, സത്യനിഷേധികളായ ആൾക്കാർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക നരകശിക്ഷയെ പറ്റി എന്ന് പറഞ്ഞു. അതായത് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞത്, നരകശിക്ഷ എന്ന് പറയുന്നത് അവർക്ക് കിട്ടേണ്ടതാണ്.